മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. സ്നേഹം നിറഞ്ഞവരെ, ഈ പ്രഭാത വിരുന്നിലേക്ക് നിങ്ങളെല്ലാവരെയും ഒത്തിരി സന്തോഷത്തോടു കൂടെ സ്വാഗതം ചെയ്യുകയാണ്. 116 സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നു, സങ്കീർത്തകൻ ചോദിക്കുകയാണ്, ദൈവം എന്നിലേക്ക് ചൊരിയുന്ന അനുഗ്രഹങ്ങൾക്ക് പകരമായി ഞാൻ എന്തു ചെയ്യും? പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ നമുക്കും ചിന്തിക്കാം, എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് ദൈവം നമുക്ക് നൽകുക. നന്ദിയുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകട്ടെ. ഒത്തിരി നന്ദിയോടുകൂടെ നമുക്ക് ഈ ദിവസം ആരംഭിക്കാം. കർത്താവ് നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതം ദൈവത്തിൻ്റെ അനുഗ്രഹം നിറഞ്ഞ ഒരു പ്രഭാതമാവട്ടെ. ഈ ദിവസം മുഴുവനും ദൈവത്തിൻ്റെ കൃപ നമ്മിൽ നിറയുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒത്തിരി സന്തോഷത്തോടു കൂടെ ഈ ഒരു പ്രഭാത വിരുന്നിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥ നമുക്ക് യാചിക്കാം. നമുക്കറിയാം, ഒരു ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒത്തിരിയേറെ കാര്യങ്ങളിലൂടെ നമ്മളിന്ന് കടന്നു പോകേണ്ടതുണ്ട്. നമുക്ക് ഒരു കരം പിടിക്കേണ്ട ആവശ്യമുണ്ട്. ദൈവം നമുക്ക് നൽകിയ ഒരു സമ്മാനമാണ് പരിശുദ്ധ അമ്മ. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ നമ്മോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. ആ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രഭാതത്തിലേക്ക് പ്രവേശിക്കാം. അമ്മ നമുക്ക് സംരക്ഷകയാകട്ടെ, അമ്മ നമുക്ക് ആശ്രയമാകട്ടെ. അമ്മയിൽ നമുക്ക് ആശ്രയിച്ച് ദിവസം ആരംഭിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് ഇന്നത്തെ ദിവസം പ്രത്യേക നിയോഗമായിട്ട് ദൈവവിളി അതൊരു കുടുംബജീവിതമാണോ, അതൊരു സമർപ്പണ ജീവിതമാണോ എന്ന് തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാ യുവക്കളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ വിവാഹ ജീവിതമാണ് എന്ന് തിരിച്ചറിഞ്ഞവർക്ക് ദൈവം ജീവിത പങ്കാളിയെ നൽകി വിവാഹത്തിന് തടസ്സമെല്ലാം മാറുവാൻ കൃപയുണ്ടാകണമേ പ്രാർത്ഥിക്കാം. ഈ ഒരു നിയോഗം വെച്ചുകൊണ്ട് ഓരോരുത്തർക്കും അവരവരുടെ ദൈവവിളി തിരിച്ചറിയാനുള്ള കൃപ ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായിട്ട് പ്രാർത്ഥിക്കാം. വചനം ശ്രവിക്കുവാനായിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മുടെ കാതുകളും നമ്മുടെ ഹൃദയവും എല്ലാം വചനം സ്വീകരിക്കുവാൻ ഒരുക്കമുള്ളതാക്കി മാറ്റുവാനായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തട്ടെ. വചനം ഗ്രഹിക്കുവാൻ തക്ക വിധത്തിൽ നമ്മുടെ മനസ്സിന് പരിശുദ്ധാത്മാവ് ഉണർവ് നൽകട്ടെ. പരിശുദ്ധാത്മാവിനോട് യാചിച്ചുകൊണ്ട് നമുക്ക് വചനം ശ്രവിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 17 വാക്യങ്ങൾ 11 മുതൽ. ജെറുസലേമിലേക്കുള്ള യാത്രയിൽ അവൻ സമരിയായ്ക്കും ഗലീലായ്ക്കും മധ്യേ കടന്നു പോവുകയായിരുന്നു. അവനൊരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന 10 കുഷ്ഠരോഗികൾ അവനെ കണ്ടു. അവർ സ്വരമുയർത്തി, യേശുവേ, ഗുരു, ഞങ്ങളിൽ കനിയണമേ എന്നപേക്ഷിച്ചു. അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ. പോകും വഴി അവർ സുഖം പ്രാപിച്ചു. അവരിലൊരുവൻ താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു. അവൻ യേശുവിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു. അവനൊരു സമരിയക്കാരനായിരുന്നു. യേശു ചോദിച്ചു, 10 പേരല്ലേ സുഖപ്പെട്ടത്? ബാക്കി 9 പേർ എവിടെ? ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും
തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയില്ലേ? അനന്തരം യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വളരെ വ്യക്തമാണ് വചനം. 10 കുഷ്ഠരോഗികൾ യേശുവിൻ്റെ പക്കൽ സൗഖ്യത്തിനായിട്ട് യാചിക്കുന്നു. കർത്താവ് പറയുന്നു, നിങ്ങൾ പോയി പുരോഹിത കാട്ടിക്കൊടുക്കുക. പോകുന്ന വഴിക്ക് ഒരു 10 പേരും സൗഖ്യം പ്രാപിക്കുന്നു. ഒരാൾ മാത്രം തിരിച്ച് കർത്താവിൻ്റെ പക്കലേക്ക് വരുന്നു. 9 പേര് അവർ കർത്താവിനെ മറന്ന്, അല്ലെങ്കിൽ ആര് സൗഖ്യം നൽകി എന്ന് മറന്നുകൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് അവർ പ്രവേശിക്കണം. ഇവിടെയാണ് യേശു ഈ ഒരു വ്യക്തിയുടെ പ്രവൃത്തി കണ്ടിട്ട് ഉച്ചത്തിൽ ചോദിക്കുകയാണ്, 10 പേരല്ലേ സൗഖ്യം പ്രാപിച്ചത്, എന്തുകൊണ്ട് ഈ ഒരു വിജാതീയന് മാത്രം തിരികെ വന്ന് ദൈവത്തിന് നന്ദി പറയണമെന്ന് തോന്നിയുള്ളൂ, മറ്റാർക്കും തോന്നിയില്ലല്ലോ എന്ന് ഈശോ പറയുക. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ ഈശോ നമ്മോടും ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്: എന്തുമാത്രം നന്ദിയുള്ളവരാണ് നമ്മൾ? പലപ്പോഴും നമ്മൾ ഒത്തിരിയേറെ യാചിക്കും, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. എന്നാൽ അത് കഴിഞ്ഞിട്ട് നന്ദി പറയുവാനായിട്ട് മറന്നു പോകുന്ന ഈ 9 പേരുടെ കൂട്ടത്തിലല്ലേ നമ്മൾ നിൽക്കുക? ഇവിടെയാണ് ഈശോ ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ജീവിതം നന്ദിയുടെ ഒരു ജീവിതമാണ്. ഈശോ തന്നെയാണ് ഏറ്റവും നല്ല മാതൃക. ഓരോ പ്രാവശ്യവും എപ്പോഴൊക്കെ യേശു അപ്പത്തെക്കുറിച്ച് പറയുന്നുണ്ടോ അപ്പോഴെല്ലാം നമ്മൾ കാണുക കൃതജ്ഞതാ സ്തോത്രം ചെയ്തിട്ടാണ് അപ്പം എടുത്ത് മുറിക്കുക. ഒരപ്പം എടുത്ത് മുറിക്കുമ്പോൾ, അല്ല അപ്പം ഭക്ഷിക്കുമ്പോൾ, അതിൻ്റെ പിന്നിൽ അധ്വാനിച്ച ഒത്തിരിയേറെ കരങ്ങളെ നന്ദിയോടെ ഓർക്കുന്ന ഒരു ഈശോയെ നമ്മൾ കാണുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നന്ദി പറയുവാൻ നമ്മൾ മറന്നു പോകുന്നുണ്ടോ? അതായിരിക്കട്ടെ ഈ ദിവസത്തെ നമ്മുടെ ചിന്ത. പ്രിയപ്പെട്ടവരെ, ഒരു വറ്റ് ചോറ് നമ്മൾ കഴിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ പറയും നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയതാണ്, നമ്മുടേതാണ്. പക്ഷെ എത്ര കാശ് കൊടുത്താലും ഒരു നെല്ല് അത് ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് പറ്റുമോ? അതിൻ്റെ പിന്നിൽ അധ്വാനിച്ച എത്രയോ മനുഷ്യർ നിലം ഉഴുത് ആ വിത്ത് വെതറി അത് മുളച്ചപ്പോൾ അതിന് പരിപാലിച്ച് അതിൻ്റെ കളകളെല്ലാം പറിച്ച് മാറ്റി ആവശ്യത്തിന് വളം കൊടുത്തു, ചാഴിയിൽ നിന്ന് മറ്റു ഉപദ്രവങ്ങളിൽ നിന്നെല്ലാം അതിനെ കാത്തു പരിപാലിച്ചു. അവസാനം പാകമായപ്പോൾ അത് കൊയ്തെടുത്തു, അത് ഉണക്കി, അത് മെതിച്ച്. നോക്കി എന്തുമാത്രം കഷ്ടപ്പാടാണ് ഒരു മണിയുടെ, ഒരു അരിമണിയുടെ പിന്നിലുള്ളത്. ആ ഒരു ധ്യാനത്തോടു കൂടിയാണ് നമ്മൾ ആഹാരം കഴിക്കുന്നതെങ്കിൽ എത്രയോ നന്ദിയുള്ളവരായി മാറും നമ്മൾ. പക്ഷെ പലപ്പോഴും നമ്മൾ അതൊക്കെ അങ്ങ് മറന്നിട്ട് എൻ്റെ പണം കൊണ്ട് ഞാൻ വാങ്ങിയതല്ലേ എന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ അങ്ങോട്ട് അധംപതിച്ചു പോവുകയാണ്. നമ്മുടെയൊക്കെ ജീവിതമെടുത്തേ എത്ര പേരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ്. നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് എത്രയോ മനുഷ്യർ നമുക്ക് വേണ്ടി രാജ്യത്തിന് കാവൽ നിൽക്കണം. നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? എത്രയോ പേരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് നമ്മളുടെ ഈ ജീവിതം. നമ്മുടെയൊക്കെ മാതാപിതാക്കൾ, ജന്മം നൽകി നമ്മളെ വളർത്തിയ മാതാപിതാക്കൾ എന്തുമാത്രം കഷ്ടതകൾ അവർ സഹിച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി എന്തുമാത്രം അവർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവസാനം ഒരു കുഞ്ഞ് തൻ്റെ ഉദരത്തിൽ ഉരുവായെന്ന് കേട്ട നിമിഷം മുതൽ പ്രാർത്ഥിച്ച് ത്യാഗം ചെയ്ത് ആ കുഞ്ഞിന് ജന്മം നൽകി. 9 മാസമൊക്കെ ഒരമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ വേണ്ടി എടുക്കുന്ന വേദന നമുക്ക് എത്ര പേർക്ക് ചിന്തയുണ്ട്. നൊന്ത് പ്രസവിച്ച് ആ കുഞ്ഞിനൊരു പനി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വേദന വരുമ്പോൾ ഉറങ്ങാതെ അതിനെ പരിപാലിച്ച് വളർത്തിക്കൊണ്ടുവരും നമ്മുടെ മാതാപിതാക്കൾ. പലപ്പോഴും നമ്മൾ ഇതൊന്നും ഓർക്കാൻ നമ്മൾ കഴിവില്ലാത്തവരായി പോവുകയാണ്. നമ്മൾ അന്ധരായി മാറുകയാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുക നമ്മുടെ ശക്തി കൊണ്ട് നമ്മൾ ജീവിക്കുന്നുള്ളതാണ്. ഈ 10 കുഷ്ഠരോഗികളിൽ ഒരുവനായ ആ ഒരു വിജാതീയൻ്റെ പ്രവൃത്തി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മോട് പറയുകയാണ്, നന്ദിയുള്ളവരായി മാറുക.
കുരിശിൽ പിടഞ്ഞു മരിക്കുന്ന യേശുവിൻ്റെ ചിത്രം ഒന്ന് നോക്കിക്കേ. കുരിശിലാണ് കിടന്ന് മരിക്കുക. ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിക്കുന്ന അവസ്ഥയാണ്. വചനം പറയുകയാണ്, അപ്പോൾ താഴേക്ക് നോക്കിയപ്പോൾ തൻ്റെ അമ്മ കുരിശിൻ്റെ അടുത്ത് നിൽക്കുന്നത് കണ്ടുകൊണ്ട്, താൻ സ്നേഹിക്കുന്ന ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കൊണ്ട് ആ അമ്മയെ ആ ശിഷ്യൻ്റെ പരിപാലനെ കേൾപ്പിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിലൂടെ നമ്മളിന്ന് കടന്നു പോകുമ്പോൾ, ഒരു പ്രഭാതത്തിലേക്ക് നമ്മളിന്ന് പ്രവേശിക്കുമ്പോൾ, നന്ദിയുള്ള ഒരു മനസ്സ് നമുക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ചുറ്റുപാടുകളിലേക്കൊക്കെ നമ്മുടെ കണ്ണുകൾ ഒന്ന് നീട്ടിയാൽ കാണാൻ സാധിക്കും എന്തുമാത്രം അനുഗ്രഹിക്കപ്പെട്ടവരാ നമ്മൾ. അന്ധരായ മനുഷ്യരെ നമ്മൾ കാണുമ്പോൾ നമ്മൾ പലപ്പോഴും അതിൻ്റെ കാരണം എന്താണ്, അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, ഇതൊക്കെ നമ്മുടെ ചിന്ത വരിക. ഒരു കൊച്ചു കുഞ്ഞിന് പോലും മാരകമായ രോഗം വരുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ കുഞ്ഞുങ്ങളെ ശിക്ഷിച്ചു എന്നെല്ലാം ചോദിച്ചുകൊണ്ട് ദൈവം ഒരു ന്യായമില്ലാത്ത വ്യക്തിയാണെന്നൊക്കെ സ്ഥാപിക്കാൻ പരിശ്രമിക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മിലേക്ക് തന്നെ നമ്മുടെ കണ്ണ് തിരിയുന്നില്ല? ഇതെല്ലാം നമുക്ക് നൽകിയിട്ട് നമുക്ക് നന്ദിയുണ്ടോ? അത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. മറ്റുള്ളവർക്ക് ഈ കുറവുകൾ ഉള്ളപ്പോഴും എന്നെ കുറവില്ലാതെ സൃഷ്ടിച്ച ദൈവത്തോട് നന്ദി പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ കുറവുള്ള മനുഷ്യർ പോലും ദൈവത്തോട് നന്ദിയുള്ളവരാകുമ്പോൾ എല്ലാം തന്നിട്ടും നന്ദിയില്ലാത്ത മനുഷ്യരായിട്ട് നമ്മൾ പോകുന്നില്ലേ? യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് കർത്താവിൻ്റെ മുന്തിരിത്തോപ്പ്. എത്ര മനോഹരമായിട്ടാണ് ഈശോ പറയുക, കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല സ്ഥലം ഞാൻ തിരഞ്ഞെടുത്തു, ഏറ്റവും നന്നായിട്ട് സ്ഥലം ഞാൻ ഒരുക്കി, കിട്ടാവുന്ന ഏറ്റവും നല്ല ആ മുന്തിരിച്ചെടി ഞാൻ അവിടെ നട്ടു, സമയാസമയങ്ങൾ ശുശ്രൂഷിക്കാനായിട്ട് വേലക്കാരെ നിയോഗിച്ചു, ചുറ്റും വേലി കെട്ടി സംരക്ഷിച്ചു. ഇതിലും കൂടുതലായിട്ട് എന്താണ് എൻ്റെ മുന്തിരിത്തോട്ടത്തോട് ഞാൻ ചെയ്യേണ്ടിയിരുന്നത്? എന്നിട്ടും എന്തേ നിങ്ങൾ എനിക്ക് പുളിച്ച മുന്തിരി നൽകണം? പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതം സത്യത്തിൽ ഇതുപോലെയല്ലേ? ഇത്രമാത്രം അനുഗ്രഹങ്ങൾ കൊണ്ട് ദൈവം നിറച്ചിട്ടും നമുക്ക് ദൈവത്തോടോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളോടോ ഈ പ്രകൃതിയോടോ ഒന്നും നന്ദിയില്ലാത്തവരായിട്ട് നമ്മൾ മാറണല്ലേ? ഇത്രമാത്രം നിനക്ക് ഞാൻ ചൊരിഞ്ഞു തന്നിട്ട് എന്തേ നീ എനിക്ക് പുളിച്ച മുന്തിരി നൽകണം? കർത്താവിൻ്റെ ചോദ്യം നമ്മോടാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദിവസം നമുക്ക് നന്ദിയുള്ളവരായി മാറാം. അർഹിക്കാത്ത എത്രയോ കോടി അനുഗ്രഹങ്ങളാണ് നമ്മൾ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് എന്ത് യോഗ്യതയുണ്ട്? ഈ പ്രകൃതി മുഴുവൻ കാണുവാനായിട്ട് നമുക്ക് കാഴ്ചശക്തിയുണ്ട്, ഓടി നടക്കുവാനായിട്ട് നമ്മുടെ കാലുകൾക്ക് നമുക്ക് ശക്തിയുണ്ട്, നമുക്ക് കരങ്ങളുണ്ട്, നമുക്ക് ശരീരമുണ്ട്. എന്ത് യോഗ്യത നമുക്കുള്ളതൊക്കെ സ്വീകരിക്കുവാനായിട്ട്? ഇതെല്ലാം ദൈവം നൽകിയിട്ട് ദൈവത്തെ ഓർക്കാനോ ഇതുകൊണ്ട് നന്മ ചെയ്യാനോ സാധിക്കാത്ത വിധത്തിൽ നമ്മുടെയൊക്കെ മനസ്സ് മരവിച്ചു പോയിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ദിവസമാണ്. നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകൾ അടയ്ക്കാം. എന്തുമാത്രം നന്ദിയുള്ളവരാണ് നമുക്ക് പരിശോധിച്ച് നോക്കാം. ദൈവം ഇത്രമാത്രം അനുഗ്രഹങ്ങൾ നൽകിയിട്ട് നമുക്ക് അതിന് പ്രതിഫലം കൊടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് യാചിക്കാം. ത്രിത്വൈക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ ആശീർവദിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ നന്ദിയില്ലാത്തവരായി പോകുമ്പോൾ, ഞങ്ങൾ അനുഭവിക്കുന്ന കൃപകൾ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ ഞങ്ങൾ മന്ദീഭവിച്ചു പോകുമ്പോൾ, ത്രിത്വൈക ദൈവമേ, ഞങ്ങളുടെ കണ്ണുകൾ തുറക്കണമേ. അർഹതയില്ലാത്ത ഒത്തിരിയേറെ കൃപകൾ സ്വീകരിക്കുന്നവരാണ് ഞങ്ങളെന്നുള്ള ബോധ്യം ഞങ്ങളിൽ ജനിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, എത്ര നന്ദിയോടുകൂടെയാണ് അമ്മ ദൈവത്തെ മഹത്വപ്പെടുത്തിയത്. ശക്തനായ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പരിശുദ്ധ അമ്മയെ ഞങ്ങൾ കാണുന്നു. അമ്മേ മാതാവേ, നന്ദിയുള്ളൊരു ഹൃദയം ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. വിശുദ്ധ ഔസേപ്പിതാവേ, ദൈവം അങ്ങയെ ഭരമേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ എത്ര ഭംഗിയായിട്ട് അങ്ങ് നിർവഹിച്ചു. ഞങ്ങളുടെ ജീവിതത്തിലും നന്ദിയുള്ളവരായി മാറുവാനായിട്ട്, ദൈവം ഭരമേൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നന്ദിയോടുകൂടെ പൂർത്തീകരിക്കുവാനായിട്ട് വിശുദ്ധ ഔസേപ്പിതാവേ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ അപേക്ഷിക്കണമേ. പ്രിയപ്പെട്ടവരെ, നമുക്ക്
നമ്മുടെ കാവൽ മാലാഖയുടെ, നമ്മുടെ വിശുദ്ധരുടെ എല്ലാവരുടെയും മധ്യസ്ഥ യാചിക്കാം. ദൈവം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഞങ്ങളുടെ കാവൽ മാലാഖമാരെ, സകല വിശുദ്ധരെ, മാമോദിസായിൽ ഞങ്ങൾക്കായി ദൈവം പ്രത്യേകം നൽകിയ ഞങ്ങളുടെ നാമത്തിൻ്റെ കാരണഭൂതരായ വിശുദ്ധരെ, ഞങ്ങളുടെ ഇടവകയെ കാത്തു പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഇടവക മധ്യസ്ഥരായ വിശുദ്ധരെ, നിങ്ങളെല്ലാവരുടെയും മധ്യസ്ഥ ഞങ്ങൾ യാചിക്കുകയാണ്. ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ അപേക്ഷിക്കണമേ, ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് മരിയൻ കൂടാരങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ഒരു സംരംഭത്തിൻ്റെ വിജയത്തിനായിട്ട് ത്യാഗം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും നമുക്ക് നന്ദിയോടെ ഓർത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് അവരെ ഉയർത്തി പ്രാർത്ഥിക്കാം. ഒത്തിരിയേറെ മനുഷ്യർ ഇതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു പ്രഭാത വിരുന്ന് ഇതുപോലെ ഒരുക്കുവാനായിട്ട് ഇതിന് പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഗുഡ്നസ് ടിവിയെ, അതുപോലെ തന്നെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തെ, എല്ലാത്തിനെയും നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് അർപ്പിക്കാം. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാനായിട്ട്, ദൈവരാജ്യം വ്യാപിക്കുവാനായിട്ട് കർത്താവ് ഇവയെല്ലാം ഉപകരണമാക്കട്ടെ. ശക്തിയതാൽ നീതി നടത്തണമേ. പ്രാർത്ഥനയുയരും നാവിൽ നിന്നെന്നെ കേട്ടരുളാൻ കരുതലോടെ ദൈവമേ നീ ചാരത്തണയണമേ. നിന്നുടെ നാമത്താൽ എന്നെ രക്ഷിച്ചിടണമേ. നിന്നുടെ ശക്തിയതാൽ നീതി നടത്തണമേ. പ്രാർത്ഥനയുയരും നാവിൽ നിന്നെന്നെ കേട്ടരുളാൻ കരുതലോടെ ദൈവമേ നീ ചാരത്തണയണമേ. ഗർവം കലരും മനസ്സുകളാലെ എന്നെ എതിർക്കുന്ന നിർദ്ദയരായി നിന്നെ സർവം മറന്നു വേട്ടയാടുന്ന ശത്രുവിനെ തൻ വിശ്വസ്തതയാൽ നിഹനിക്കും ദൈവമെൻ സഹായം. ശത്രുവിനെ തൻ വിശ്വസ്തതയാൽ നിഹനിക്കും ദൈവമെൻ സഹായം. താങ്ങും താതൻ നീ. നിന്നു
ദൈവമേ നീ ചാരത്തണയണമേ. എന്നുടെ ഹൃത്തിൽ ബലിയർപ്പിക്കും അങ്ങേയ്ക്കായിതാ. നന്ദി പറഞ്ഞു നമിക്കും നിന്നുടെ ഉന്നത നാമത്തിൽ. കഷ്ടതയെല്ലാം ദൂരെയകറ്റി മോചിപ്പിച്ചു കണ്ടറിഞ്ഞു ഞാൻ. കഷ്ടതയെല്ലാം ദൂരെയകറ്റി മോചിപ്പിച്ചു കണ്ടറിഞ്ഞു ഞാൻ. ശത്രുവിൻ തോൽവി നിന്നുടെ നാമത്താൽ എന്നെ രക്ഷിച്ചിടണമേ. നിന്നുടെ ശക്തിയതാൽ നീതി നടത്തണമേ. പ്രാർത്ഥനയുയരും നാവിൽ നിന്നെന്നെ കേട്ടരുളാൻ കരുതലോടെ ദൈവമേ നീ ചാരത്തണയണമേ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കത്തോലിക്കാ സഭയോട് ചേർന്ന് പരിശുദ്ധ മാർപ്പാപ്പയോടും എല്ലാ മെത്രാന്മാരോടും എല്ലാ വൈദികരോടും എല്ലാ സമർപ്പിതരോടും ജീവിതം ദൈവവേലയ്ക്കായിട്ട് സമർപ്പിച്ചിരിക്കുന്ന അനേകായിരം പ്രേക്ഷിതരോട് ചേർന്ന് നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവർക്കും ഐശ്വര്യം നിറഞ്ഞ ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.